യഥാർത്ഥത്തിൽ അണ്ണാമലൈ അമിത്ഷായെ പറ്റിക്കുകയായിരുന്നു. അത് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അമിത്ഷാ ശാസിക്കുന്നത് തമിഴിസൈ സൗന്ദരരാജനെയാണ്. അണ്ണാമലൈ ഇപ്പോഴും വിശ്വാസമാണെന്നാണ് തോന്നുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിനിടയിൽ അവിടെ മുൻ തെലങ്കാന ഗവർണർ കൂടിയായ BJPയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷ കൂടിയായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ നടന്നു വരുന്നു. കൈകൂപ്പി നടന്നു വരുമ്പോൾ അമിത്ഷാ അവരെ വിളിച്ചിട്ട് ശാസിക്കുന്നൊരു വീഡിയോ വൈറലായി. വളരെ രൂക്ഷമായ ഭാഷയിൽ അവർ ശാസിക്കുകയാണെന്ന് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ BJP തോറ്റു. തമിഴ്നാട്ടിൽ BJP തോറ്റു കഴിഞ്ഞപ്പോൾ തമിഴിസൈ സൗന്ദരരാജൻ്റെയും അണ്ണാമലയുടെയും നേതൃത്വത്തിൽ 2 ഗ്രൂപ്പുകൾ പരസ്പരം ചേരിതിരിഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിൽ ചെളിവാരിയേറിയാണ്. തമിഴിസൈ സൗന്ദരരാജൻ അത് കഴിഞ്ഞ് ഈ ഭയങ്കര സോഷ്യൽ മീഡിയ ഫൈറ്റ് നടക്കുന്നതിനിടെ തന്നെ ഒരു തമിഴ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്, AIADMK നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് കുറേ കൂടി സീറ്റുകൾ, ഒരു 35 സീറ്റിലെങ്കിലും നമുക്ക് ജയിക്കാമായിരുന്നു. ഗവർണറായിരിക്കുകയാണ് ഇതൊക്കെ പറയുന്നത്. അല്ലല്ല, അവർ മുൻ ഗവർണറാണ്. അവരെ സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് മത്സരിച്ചത്. അവർ ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് AIADMK പോകാനുള്ള കാരണം അണ്ണാമലയാണ് എന്നാണ് അവർ പരസ്യമായിട്ട് ആരോപിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും അമിത്ഷാ അവരെ ശാസിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ അണ്ണാമലയെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ സമയത്ത് അണ്ണാമലയെ നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നമുക്ക് ഒറ്റയൊക്കെ പോൾ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നിരുന്ന നമുക്കിപ്പോൾ അപ്പോൾ എന്നുകൊണ്ട് 14% മറ്റാണ് പോൾ പെർസെൻറ്റേജ് അവർ അതിലേക്ക് ജമ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു, വലിയ നേട്ടമാണെന്നാണ് പ്രശംസിച്ചിരുന്നു. അപ്പോൾ ഈ തമിഴിസൈ സൗന്ദരരാജൻ്റെയും മറ്റ് ചില നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ആരോപിക്കുന്ന അണ്ണാമലൈ വളരെ സമർത്ഥമായി കേന്ദ്ര നേതൃത്വം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിനവർ പറയുന്നൊരു കണക്കുണ്ട്. അതിന് കണക്കെന്ന് വെച്ചാൽ മുമ്പ് BJPയോടെ മത്സരിക്കുന്നത് AIADMKയുടെ കൂടെ സഖ്യശക്തിയായിട്ടാണ്. അപ്പോൾ അവിടെ 10ൽ താഴെ സീറ്റുകൾ മാത്രമാണ് എപ്പോഴും BJP മത്സരിക്കുക. ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി BJPയുടെ നേതൃത്വത്തിൽ വേറെ മുന്നണിയാണ്, ചെറുകക്ഷികളെ കൂട്ടി വേറെ മുന്നണിയാണ്. BJP 23 ഇടത്ത് മറ്റോ മത്സരിക്കുകയാണ്. അപ്പോൾ 4 ഇടത്ത് മത്സരിക്കുമ്പോഴുള്ള പോൾ പെർസെൻറ്റേജും 23 ഇടത്ത് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോൾ പെർസെൻറ്റേജും കാണിച്ച് കേന്ദ്ര നേതൃത്വം പറ്റിച്ചതാണ് അണ്ണാമലൈ എന്നാണ് മറ്റവരുടെ ആരോപണം. അത് ശരിയുമാണ്. കാരണം ഈ 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. അത് വേണമെങ്കിൽ ഒരു നേട്ടമായിട്ട് പറയാം. 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ അപ്പോൾ കേരളത്തിൽ BJP 2ാം സ്ഥാനത്ത് എത്തി പല മണ്ഡലങ്ങളും 14 നിയമസഭാ മണ്ഡലത്തിൽ 2ാമതെത്തി എന്ന് പറഞ്ഞാൽ ആശങ്കാകുലരാവില്ല. പക്ഷേ DMK തമിഴ്നാട്ടിൽ അങ്ങനെ ആശങ്കാകുലരാവുന്നില്ല. അതായത് ഈ 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തുന്നതിൽ DMK ആശങ്കയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 4 or 5 സീറ്റിലൊഴികെ ബാക്കി എല്ലാ സീറ്റിലും DMK ജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ടുള്ളത് 1.5 ലക്ഷം വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം. അതായത് 4 or 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തമിഴ്നാട്ടിൽ DMKയുടെ ഒട്ടുമിക്ക സീറ്റുകളിലുള്ളത്, DMK അല്ല ഇന്ത്യ മുന്നണിയുടെ. അപ്പോൾ ഇനി 1 ലക്ഷത്തിൽ താഴെ വോട്ടിന് ജയിച്ച വളരെ കുറച്ചാണ് 4-5 സീറ്റുകളുണ്ട്. ആ 4-5 സീറ്റുകളിലൊന്നും 2ാം സ്ഥാനത്ത് BJP അല്ല. 2ാം സ്ഥാനത്ത് വരുന്നത് AIADMK ആണ്, അല്ലെങ്കിൽ പാട്ടാളി മക്കൾ കക്ഷിയാണ്. NDAയുടെ തന്നെ ഭാഗമായ പാട്ടാളി മക്കൾ കക്ഷിയാണ് ഒരിടത്ത് 2ാം സ്ഥാനത്ത് വരുന്നത്. BJP ഒരിടത്തും 2ാം സ്ഥാനത്ത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ BJPക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് വോട്ട് വർദ്ധിച്ചതുകൊണ്ടല്ല, പകരം AIADMK വലിയ തോതിൽ ക്ഷീണിച്ചു പോയതുകൊണ്ടാണ്. AIADMKയുടെ വോട്ട് പെർസെൻറ്റേജ് വലിയ തോതിൽ ക്ഷീണിച്ചു പോയതുകൊണ്ടാണ് ഈ 2ാം സ്ഥാനത്ത് BJP വരാൻ കാരണം. അതല്ലാതെ ഒരിടത്തും ഈ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്തും BJP അതിൻ്റെ പരിസരത്ത് പോലും ഇല്ല എന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് BJP അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കി, വലിയ തോതിൽ വോട്ട് നേടി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അണ്ണാമലൈ അമിത്ഷായെ പറ്റിക്കുകയായിരുന്നു. അത് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അമിത്ഷാ ശാസിക്കുന്നത് തമിഴിസൈ സൗന്ദരരാജനെയാണ്. അണ്ണാമലൈ ഇപ്പോഴും വിശ്വാസമാണെന്നാണ് തോന്നുന്നത്.